അമ്മായിയുടെ പുന്നാരയ്ക്ക് പോകാൻ എന്താ ഇത്ര തിടുക്കം? ഇങ്കു കുറുക്കി കുടിക്കാൻ നേരായോ? അതോ ഇനി പാപ്പം കഴിച്ചനോ? മതി കുട്ടി ഇറിറ്റേറ്റ് ചെയ്ത്. നാളെ നിനക്ക് ജന്മം തന്ന അച്ഛന്റെ കൈകൊണ്ടായിരിക്കും നിന്റെ അന്ത്യം. സത്യം പറഞ്ഞാലേ ഈ രാത്രി വലിയ ടെൻഷൻ പിടിച്ച രാത്രി ആവേണ്ടതായിരുന്നു. ഇതിപ്പോ വലിയ സന്തോഷമുള്ള രാത്രിയാ. എടാ, ആ അനന്തംപിള്ളയുടെ ബുദ്ധിയെ അപാരം തന്നെ. അവളെ കെണിയിൽ അകപ്പെടുത്തി റിസൾട്ട് മുഴുവൻ നമുക്ക് അനുകൂലമാക്കിയില്ലേ? അങ്കിളൊരു ഭയങ്കരം തന്നെയാ. ഇവിടെ പൊടിയാടി എന്നൊരു ശിങ്കിടിയുണ്ട്. അവൻ അങ്കിളിനെ വിളിക്കുന്നതേ പടയപ്പാന്നാ. ഓ പിന്നെ നാളെ ഒരു 10-10:30 ആകുമ്പോ എന്റെ മോൻ ആദ്യ MLA, പിന്നെയോ മുഖ്യമന്ത്രി. ഈ വെള്ളിയാഴ്ച തന്നെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏറണമെന്നാ അങ്കിള് പറയുന്നത്. അമ്മ സാരിയും പെട്ടികളൊക്കെ വേഗം അടുക്കി വെച്ചോ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അന്ന് തന്നെ നമുക്ക് ക്ലിഫ് ഹൗസിലേക്ക് മാറിയേക്കാം. എടാ, അതൊക്കെ ഞാൻ എപ്പോഴേ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ദേ, ഓമന തിങ്കൾക്കിടാവും അവളുടെ തന്തപ്പടിയും കൂടി വരുന്നുണ്ട്. നീയേ ഒരു 2 എണ്ണം അടിച്ച് കിടന്ന് ഉറങ്ങിക്കോടാ. ഞാനിപ്പോ തന്നെ 4 എണ്ണം കഴിഞ്ഞു. ശരി. ഇലക്ഷൻ കാര്യോർത്ത് ടെൻഷനിലാണോ? എനിക്കൊരു ടെൻഷനുമില്ല. എന്റെ പ്രിയപ്പെട്ടവൻ ജയിക്കൂന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് എനിക്കെന്തിനാ ടെൻഷൻ? അല്ലേ ഋതുമോളെ? അതെ, ഋതുമോളുടെ കയ്യിലായിരുന്നല്ലോ ഈ മുന്നണിയുടെ ചുക്കാൻ. അത് തന്നെയാ ഇവൾക്ക് ഈ ടെൻഷനും. ടെൻഷന്റെ കാരണമേ വേറെയാ. എന്ത് കാരണം? അതിപ്പോ മുന്നണി ജയിച്ചു കഴിഞ്ഞാ പിന്നെ മന്ത്രിസഭ രൂപീകരിക്കണ്ടേ? ആരെയൊക്കെ മന്ത്രിയാക്കണം എന്ന കാര്യം ഓർത്ത ഋതികയ്ക്ക് ടെൻഷൻ. അല്ലേ അല്ലേ ഋതുമോളെ? അതോ ഇനി വേറെ എന്തെങ്കിലും ടെൻഷനുണ്ടോ? ഇലക്ഷനല്ലേ, ജനം എങ്ങനെയാ ആർക്കൊക്കെയാ വോട്ട് ചെയ്യുന്നത് ദൈവത്തിന് മാത്രം അറിയാം. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. പക്ഷേ ചേച്ചിക്ക് നല്ല കോൺഫിഡൻസാ. കൂളായിട്ടല്ലേ നിൽക്കുന്നത്. എനിക്ക് കോൺഫിഡൻസ് തന്നെയാ പ്രതാപ. ഈ ഇലക്ഷനെ വിജയം എനിക്കാ. അല്ല, നമുക്ക് അനുകൂലമായിരിക്കും. ചേച്ചിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയോ എന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം. ചേച്ചി ചോര കുടിക്കാൻ നടക്കുന്ന യക്ഷിയാണെന്ന് ആ പാവ അനിയനുണ്ടോ അറിയുന്നു. എടി, നീ ചെന്ന് പറഞ്ഞു കൊടുക്കടി അവനോട്. പറയാൻ പ്രതാപേട്ടൻ സമ്മതിച്ചിട്ട് വേണ്ടേ? മനസ്സിലായല്ലോ, അതാ ഈ അംബികാവർമ്മയുടെ വിജയം. നിക്കടി എന്റെ ചക്കരെ. അമ്മായിയുടെ പുന്നാരയ്ക്ക് പോകാൻ എന്താ ഇത്ര തിടുക്കം? ഇങ്കു കുറുക്കി കുടിക്കാൻ നേരായോ? അതോ ഇനി പാപ്പം കഴിച്ചനോ? മതി കുട്ടി ഇറിറ്റേറ്റ് ചെയ്ത്. നാളെ നിനക്ക് ജന്മം തന്ന അച്ഛന്റെ കൈകൊണ്ടായിരിക്കും നിന്റെ അന്ത്യം. ഒരു വെള്ളിടി വെട്ടിയായിരിക്കും നിങ്ങളുടെ അന്ത്യം. ദൈവം കാണുന്നുണ്ടെല്ലാം. വാ മോളെ. ടെൻഷനോ? എന്തിന്? കഴിഞ്ഞ ഓരോ തവണ ഇലക്ഷൻ റിസൾട്ടിന്റെ തലേന്നും രാത്രിയിൽ എങ്ങനെയായിരുന്നോ അതേ മനോഭാവത്തിൽ തന്നെ ഞാൻ ഇപ്പോഴും. താൻ ടെൻഷൻ അടിക്കാതെ ധൈര്യമായിട്ടിരിക്കടോ. ശരി, ഞാൻ വിളിക്കാം. പവിത്രയെ വിളിച്ച് സംസാരിക്കണം. ഇനിയും
ലേറ്റായി കോൾ ചെയ്യുന്നത് ശരിയല്ല. ചേച്ചി ചേച്ചി, എന്താ സുജാതെ, നീ എന്തിനാ ബഹളം വെക്കുന്നേ? വർമ്മ സാറിന്റെ കോളാ. ഇങ്ങത്താ വർമ്മ സാർ. ആ പവിത്ര, എന്തെങ്കിലും തിരക്കിലായിരുന്നോ? അല്ല സാർ, പറഞ്ഞോളൂ. ഇലക്ഷൻ റിസൾട്ടിന്റെ ടെൻഷൻ ആയിരിക്കും അല്ലേ? ഹേയ്, എന്ത് ടെൻഷൻ? ഈ ചോദ്യം ശരിക്കും കുറഞ്ഞൊരു 100 തവണയെങ്കിലും ഞാനിന്ന് കേട്ടതാ. എന്നിട്ട് അവരോടൊക്കെ സാർ എന്ത് മറുപടിയാ പറഞ്ഞേ? വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറുപടി തന്നെ. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷമുള്ള ഇലക്ഷൻ വർക്കിലല്ല, അതിനു മുമ്പേ ഉള്ള സ്ഥാനാർത്ഥിയുടെ പ്രവൃത്തിയിലാണ് റിസൾട്ടിന്റെ ഭാവി. ഇതിന്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ച പാഠമാ. കൊള്ളാം. അപ്പൊ വർമ്മ സാറ് വലിയ കോൺഫിഡന്റ് ആണല്ലേ? അതെ, കോൺഫിഡന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആളുകളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും വർമ്മ സാറിനുണ്ട്. നാളെ വർമ്മ സാറിന്റെ ദിവസോ? നമ്മൾ തമ്മിൽ കാണാൻ പോകുന്ന ദിവസം അകലെയല്ല സിസ്റ്റർ പവിത്ര. എനിക്ക് മനസ്സിലായില്ല. ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ചില പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് സിസ്റ്റർ പവിത്രയുടെ സാമീപ്യം ഞാൻ എന്റെയും എന്റെ കുടുംബത്തോടും ഒപ്പം പ്രതീക്ഷിക്കുന്നു. ഡേറ്റ് ഞാൻ അറിയിക്കാം. പവിത്ര എത്തണം. സാർ, അത് എന്ത് തിരക്കാണെങ്കിലും പവിത്ര എത്തിയിരിക്കണം. അപ്പൊ ഗുഡ് നൈറ്റ്. എന്താ ചേച്ചി? പ്രതാപേട്ടനെ വീണ്ടും എന്നെ നേരിൽ കാണണമെന്നാ പറയുന്നത്. വർമ്മ സാർ ക്ഷണിച്ചതല്ലേ, സിസ്റ്റർ പവിത്രയ്ക്ക് പോവാതിരിക്കാനാവില്ലല്ലോ. അയ്യോ, എങ്ങനെ? വഴിയുണ്ടാക്കാം. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഇത് കൈവിട്ട കളിയാ. ദൈവത്തിന്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളല്ലേ നമ്മളൊക്കെ. എല്ലാം ആ ദൈവത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെ എന്റെ തീരുമാനം. എന്റെ പൊളിറ്റിക്കൽ തന്ത്രത്തിന്റെ കുരുക്കിൽ നിന്റെ ഭാര്യ ഋതികയെ ഞാൻ ഇങ്ങനെ കുരുക്കി ഇവളുടെ അച്ഛനെതിരെ നിർത്തി. അച്ഛനെ ഇവൾ കൊല്ലുന്നതിന് തുല്യമാക്കി. അച്ഛനെ തോൽപ്പിച്ച മകളെന്ന ദുഷ്പേര് അതുടൻ തന്നെ നിന്റെ കഴുത്തിലൊരു ആഭരണമായി വീഴും. ആ പാവേ ദയനീയമായി തോൽക്കാൻ പോവുക.